ഞാൻ അവളോട് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. നമുക്ക് അത് ഉറപ്പാന്നേ, ഞാൻ അത് സമ്മതിപ്പിച്ചോളാം. സുഭാഷ്, ഞാനില്ല സുഭാഷ്. എനിക്കാണ് പേടി. എനിക്ക് അത്ര കഴിവൊന്നുമില്ല, ഇങ്ങനെയൊന്നും മത്സരിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല. എടി കൊച്ചേ, ഇതെല്ലാവർക്കും കിട്ടുന്ന അവസരമാണോ? ഇവിടെ ഒപ്പിട്ട് തന്നേ. എന്റെ CPM നിങ്ങൾ പറയുന്ന പോലെയല്ല, എനിക്ക് പേടിയാന്നേ, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് വേണ്ടെന്ന്. എടി കൊച്ചെ, CPM പറയുന്ന അങ്ങോട്ട് ഒപ്പിട്ട്. സുഭാഷ് അപ്പൊ ഒപ്പിടല്ലേ? ഇടുവാണേ. സോറി സാർ. അതാണ് വീടാ. സുജാതയുടെ വീടാ. സുജാമേന്ന് വിളിച്ചോണം. കേട്ടേ? മൂത്ത മകൻ എപ്പോഴാ വരുന്നതെന്നൊക്കെ ചോദിക്കണം. അവര് മൂത്തുള്ളതാ. പേരെന്നാ? എങ്കിലോ? ശരി. സുജാതാമ്മേ, എന്നെ മനസ്സിലായില്ലേ? ഞാനിവിടെ 19 വാർഡിൽ മത്സരിക്കുന്ന കേട്ടോ. പിന്നെ ആനെ അറിയരുതോ? അറിയാം എനിക്ക്. ഞാൻ കണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം, ഇന്നത്തെ കണ്ടായിരുന്നു. മോൻ വന്നോ സുജാതാമ്മേ? നിഖില് വന്നോ? നിഖില് ഇലക്ഷന് മുമ്പ് വരുമെന്നോ പറഞ്ഞിരിക്കുന്നത്. അതിന് മുമ്പ് എത്തുമായിരിക്കും. നിന്നോടും പറയണം, എനിക്ക് തന്നെ വോട്ട് കിട്ടണമെന്ന് പറഞ്ഞേക്കണം കേട്ടോ. അതെന്നാ പറഞ്ഞതെന്ന് വെച്ചാൽ വേറൊരു സ്ഥാനാർത്ഥി കരിക്കുണ്ട് ചിങ്ങം. അപ്പോൾ നമ്മുടേത് തേങ്ങയാണ്. അപ്പോൾ മാറി കുത്തരുത് കേട്ടോ. തേങ്ങയ്ക്ക് തന്നെ കുത്തിയേക്കണം. എനിക്ക് സീപ്പിച്ചേട്ടാ, ഇതിപ്പം വിളഞ്ഞോ ഞാനെങ്ങനെയാണ് അറിയുന്നത്? നിങ്ങൾക്ക് വേറെ വല്ല ചിഹ്നവും വെക്കാൻ പറ്റായിരുന്നു. ഇത് നമ്മുടേത് മഞ്ഞ, അവരുടെ പച്ച. കൊച്ചേട്ടാ പണിയില്ലല്ലേ? അപ്പോൾ നമുക്ക് വോട്ട് നിങ്ങൾക്ക് തന്നെയല്ലേ? ഞാൻ വീട്ടിൽ ചെന്നായിരുന്നു, 10 മിനിറ്റ് പോകുന്നു പറയാം. അപ്പോൾ 70 മണിക്കൊന്ന് കയറിയതാ. ചേട്ടാ വന്നാണേ ഒട്ട് വിട്ടേക്കാ. പറയുന്നോണ്ടൊന്നും തോന്നില്ല, ഞാൻ എല്ലാ കാര്യം മൊത്തം പറഞ്ഞാൽ ഇവനോട് ചോദിച്ചാൽ മതി. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് അവിടെ വഴിയില്ല, ഞാൻ പറഞ്ഞു വഴി വേണമെന്ന് പറഞ്ഞു. വഴി കിട്ടിയില്ലേ? വഴി കിട്ടി. പിന്നെ കട്ടിൽ ഞങ്ങളുടെ വീട്ടിൽ മാത്രം കട്ടിൽ തന്നില്ലേ? കട്ടിൽ തന്നു, കട്ടിൽ കിട്ടി, സമ്മതിച്ചു. 10 കോഴി അപേക്ഷ കൊടുത്ത്, കോഴിക്ക് അപേക്ഷ കൊടുത്ത് കോഴി കിട്ടി. അപ്പോഴാണ് കിട്ടിയേ. എനിക്ക് കോഴി അല്ലായിരുന്നു വേണ്ടത്. ചേട്ടന് വീട് അനുവദിച്ചില്ലേ? അപ്പം വീട് അനുവദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞോണ്ട് എല്ലാം നിങ്ങൾ നോക്കി കാണിച്ച് നിങ്ങൾക്ക് കൊള്ളാം. നമ്മുടെ ആൾക്കാരാന്നോർത്തൊന്നും ചെയ്തേക്കണം. എടാ CP, ഞാനിവിടെ 40 വർഷമായി ഇവിടെ പണിക്ക് വരാൻ തുടങ്ങിയിട്ട്. ജോസാറിന് പറമ്പ് പണിതില്ലേലും 1000 രൂപ ചോദിച്ചാൽ പുള്ളിക്കാരൻ തരും. അതുകൊണ്ട് നീ ആ വർത്താനം ഇവിടെ പറയരുത്. എനിക്ക് വന്നോ ഇത്? നീ അയാളുടെ കപ്പയുടെ കിഴങ്ങിന്റെ എണ്ണം കുറഞ്ഞ അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. ഒരു സ്വഭാവം വരട്ടെ. എങ്കിലും ഓട്ടം കിട്ടും. അയ്യോ, എൻ്റെ പൊന്നോ, ടൈറ്റ് മത്സരമായിരുന്നു. ഇന്നലെ ഞങ്ങൾ ആരും ഉറങ്ങിയിട്ടില്ല. ഒരു വോട്ടിന് കിട്ടി. ഇനിയിപ്പോ കുഴപ്പമില്ല, ഇനിയിപ്പോ നമ്മുടെ കയ്യിലല്ലേ. ശരി. വേണ്ട അവളെ കാണണ്ട. കുഴപ്പമില്ല, ഞാൻ വന്നു. ശരി കേട്ടോ, അത് നമുക്ക് ശരിയാക്കാൻ. ഹലോ, ഇന്ന ചേട്ടാ. ഞാൻ മെമ്പർ. ഒരാഴ്ച ഞാൻ വീടുകളൊക്കെ സന്ദർശിക്കട്ടെ, എന്നിട്ട് പറയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഈ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വിളിച്ചു വെച്ചാൽ മതി. ഈ ഹസ്ബൻഡ് നമ്പറിലേക്ക് വിളിക്കുന്നു. ചീപ്പിച്ചേട്ടോ, അവള് ശരിക്കും മെമ്പറായി ചീപ്പിച്ചോട്ടോ.